ഹലോ! എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മളെ 9 നോമ്പ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ 9ാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. നല്ല ക്ഷീണവും ഒക്കെയുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അതന്നെ എനിക്ക് വീഡിയോ എടുക്കാനും മൂഡില്ല. അങ്ങനെ പണിയെടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ബീഫ് കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ബീഫിൻ്റെ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിലും സിമ്പിളായിട്ട് ബീഫ് വെക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബീഫ് കുക്കറിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാല പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയും വലിയ ജീരകവും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ മതി. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇത്ര ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അതിൽ പിന്നെ കുറച്ച് എല്ലും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും സിമ്പിളായിട്ട് ഇനി ബീഫ് കറി വെക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് സ്നാക്സിനുള്ള പരിപാടികളാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ മീനാണ് ഇടുന്നത്. അപ്പോൾ മീനിൻ്റെ ഒരു മസാലയാണ്. അപ്പോൾ ഇന്ന് മീൻകായി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം മീൻകായി എന്ന് പറയുന്നത് നമ്മളെ കല്ലുമ്മക്കായൊക്കെ പോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വാടി വന്നപ്പോൾ കുറച്ച് ഫിഷ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിഷ് മസാല ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാത്തവർ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇതിലിപ്പോൾ ഫിഷ് മസാല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് മീൻ കുറച്ച് ഇങ്ങനെ പൊടി പൊടിയാക്കി എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമല്ല അതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ച മീൻ കറിയിലെ മീനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ റിഷാനൻ്റെ വീട്ടിലായിരുന്നല്ലോ നോമ്പ് തുറ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ദിവസം ഉണ്ടാക്കിയ മീൻ കറിയിൽ മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. കാരണം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ടി വരും അത് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റാക്കി എടുത്തതാണ് മസാല. പിന്നെ ഞാൻ അതിലേക്ക് തന്നെ കുറച്ച് മാവ് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മീൻകായിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ അത് ചൂടാറുമ്പോഴത്തേക്കും ഞാൻ എന്താക്കുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കുറച്ച് അരി എടുത്തിട്ട് റേഷൻ അരി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ നല്ലോണം കഴുകി ഊറ്റി ഇങ്ങനെ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നെയ്പ്പത്തിരി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കഴുകി ഊറ്റി വെച്ച അരി എടുത്തിട്ട് നമ്മുടെ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുക്കും. നല്ല നൈസായിട്ടുള്ള പൊടിയല്ല, ചെറിയൊരു തരിതരിയുള്ള പൊടി. ഇതുപോലെ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അതുപോലെ ഞാൻ പൊടിച്ചെടുക്കും. അപ്പോൾ ഞാൻ അതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും കുറച്ച് ജീരകവും 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ ഒരു ബാറ്റർ വേണ്ടത് അതുപോലെ കുറച്ച് എന്താ പറയുക, നെയ്പ്പത്തിരീൻ്റെ നല്ല ഹാർഡായിട്ടുള്ള ബാറ്റർ ആയിരിക്കില്ല, കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാണ് ഏറ്റവും സുഖം കേട്ടോ. ചിലർ ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ ഗ്രൈൻഡറിൽ ഇതെല്ലാം കൂടി ഇട്ട് വെള്ളമൊഴിച്ച് അരച്ച് എടുത്ത് അത് പിന്നെ തുണിയിലേക്ക് ഇട്ട് ടൈറ്റാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ മിക്സിയിൽ നമ്മളെ പുഴുങ്ങലരി അരക്കുമ്പം പെട്ടെന്ന് മിക്സി നാശമായി പോകും. അപ്പോൾ ഏറ്റവും സുഖമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കഴുകി ഊറ്റി വെച്ചിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായി നിൽക്കും. പിന്നെ തുണി എടുത്ത് അതിൻ്റെ ഈർപ്പം കളഞ്ഞ് അതിങ്ങനെ ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഞാനിതവിടെ എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെങ്ങനെയാണോ ആ ബാറ്റർ വേണ്ടത് അതുപോലെ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് മീൻകായി ഫില്ല് ചെയ്യാം. അത് ചൂടാറിയിട്ടുണ്ട് മാവ്. അപ്പോൾ ഞാനത് ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ മീനിൻ്റെ ആ ഒരു മസാല വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ നമ്മളെ ഉന്നക്കായ്ക്കൊക്കെ ഉരുട്ടിയെടുക്കില്ലേ അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൊട്ടിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. സിമ്പിളാണ്. ഏത് രീതിക്ക് വേണമെങ്കിലും ഉരുട്ടിയിട്ടോ പരത്തിയിട്ടോ ഇങ്ങനെ ചതുരത്തിലോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി കട്ട്ലൈറ്റ് പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ബോൾ പോലെയോ അങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നും വേണമെന്നില്ല. എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഞാനിതാ ഏകദേശം ഞാൻ ഇതുപോലെയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒന്ന് ഉരുട്ടി പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് വലിയൊരു പണിയുമില്ല. മീൻ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അയലയാണ് ഞാനെടുത്ത മീൻ. കഷ്ണം മീൻ ഏതായാലും പറ്റും. മത്തി, കോര അങ്ങനത്തെ മീനുകളൊന്നും പറ്റില്ല കേട്ടോ. അതിനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുള്ളും അധികമായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുള്ളൊക്കെ കളഞ്ഞിട്ട് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ബോൾസും ഉരുട്ടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊന്ന് ആവിക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ പുറത്തുള്ള ആ ഒരു മാവ് മാത്രമേ വെന്ത് വരേണ്ടതുള്ളൂ. അതുകൊണ്ട് കുറേ നേരം ആവിക്ക് വെക്കുകയൊന്നും വേണ്ട. കൂടി വന്നാൽ ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കറക്റ്റായി കിട്ടും. അപ്പോൾ എല്ലാ ഭാഗവും കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക അടഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ആവിക്ക് വെക്കുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞിങ്ങനെ പൊട്ടിപ്പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറി കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നെയ്പത്തിരി പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നെയ്പത്തിരി പൊരിക്കാനായിട്ട് നമ്മളെ വെളിച്ചെണ്ണേൻ്റെയും ഓയിലിൻ്റെ ഒക്കെ കവറ് വരില്ലേ, അപ്പോൾ അത് ബോട്ടിലിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ കവറ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ ബോൾസായി വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു മൂടി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല പരിപാടി. കാരണം കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ടിൽ പരന്ന് കിട്ടു. പ്രസ്സിലാവുമ്പോൾ നമ്മളെ പത്തിരി പ്രസ്സൊക്കെ അതിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ വല്ലാതെ അങ്ങ് പരന്നു പോവും. അപ്പോൾ ഇങ്ങനെ അതങ്ങ് ശരിയാവില്ല. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, എണ്ണയിലിട്ട് അപ്പോൾ തന്നെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിത് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയം ആയപ്പോഴത്തേക്കും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പം ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല, നല്ല ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം പൊരിച്ച് വെച്ചുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറിപ്പോയി. അതിൻ്റെ ഒരു വ്യത്യാസം എന്നല്ലാതെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ബീഫ് കറിക്ക് നല്ല അടിപൊളി ഒരു സംഭവമാണ് നമ്മളെ നെയ്പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ അരക്കാനും പിടിക്കാനൊക്കെ മടിച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കുന്നവരുണ്ട് എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് വരും. അങ്ങനെ ഞാൻ അതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ മീൻകായി ആവി കയറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയപ്പം ഞാനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി എടുക്കാതിരിക്കുക, അപ്പച്ചെമ്പെന്ന് അത് പൊട്ടിപ്പോകും. ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ആ ഒരു മിക്സ് ഉണ്ടാവുമല്ലോ, അതിലൊന്ന് കോട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് പുറമൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ഉള്ളിൽ മീനിൻ്റെ ഫില്ലിങ്സും പുറത്ത് ആ ഒരു കല്ലുമ്മക്കായൻ്റെ ആ ഒരു ടെക്സ്ചറുമായിട്ട് ഇങ്ങനെ വരും. അപ്പം നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന രീതി 2 രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ മസാല പുരട്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ നമ്മളില്ലെങ്കിൽ ഓയിൽ എന്താണോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ഉണ്ടല്ലോ, നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുഴച്ച് വെച്ച ആ മിക്സ് മൊത്തത്തിൽ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം, അപ്പോൾ തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴും ഇതേപോലെ നല്ല റെഡ് കളറായിട്ട് കല്ലുപ്പക്കായൊക്കെ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ആയി വരും. അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നത് അനാറാണ്. അപ്പോൾ അനാർ ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും അറിയുമായിരിക്കും, അനാർ ജ്യൂസ് പാലൊഴിച്ചിട്ട് ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ പാലൊഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയൊക്കെ ഐറ്റംസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിരുന്നെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നോട് നേരിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ നോമ്പുറ വിശേഷം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് കൂടുതൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.